പൊതുരാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം എംപിമാരുടെ പ്രവർത്തനം ഏറ്റവും അധികം ചർച്ചാ വിഷയമാകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എം ആരിഫിന്റെയും രാജ്യസഭയിലെ ഇടതുപക്ഷ എംപിമാരുടെയും പ്രകടനവുമായാണ് ലോക്സഭയിലെ UDF എംപിമാരുടെയും ദയനീയ പ്രകടനത്തെ ജനങ്ങൾ താരതമ്യം ചെയ്യുന്നത്. ലോക്സഭയിൽ എം ആരിഫ്, രാജ്യസഭയിൽ എളമരം കരീം, ജോൺ ബ്രിട്ടാസ്, വി ശിവദാസൻ, റഹീം, ബിനോയ് വിശ്വം, പി സന്തോഷ് കുമാർ ഇവരായിരുന്നു പാർലമെന്റിലെ ശബ്ദം. കേരളത്തിന്റെ വിഷയങ്ങൾ മാത്രമല്ല, പാർലമെന്റിൽ മതേതരത്വത്തിന്റെയും ഫെഡറലിസത്തിന്റെയും അഴിമതി വിരുദ്ധതയുടെയും ശബ്ദം മുഴങ്ങിയത് LDF എംപിമാരിലൂടെയാണ്. ജനങ്ങൾക്ക് എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് മുന്നിൽ പ്രചാരണ രംഗത്ത് സിറ്റിംഗ് എംപിമാരായ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരുങ്ങുകയാണ്. എന്റെ വോട്ടിങ്ങിനെ കുറിച്ചുള്ള പഠിച്ചിട്ട് പറയാം, അതേക്കുറിച്ച് പറയാം. അല്ല, അത് ഒരു 100 കണക്കിന് നിയമങ്ങൾ പാസ്സാവുന്നു, ഓരോ നിയമത്തിലും എടുത്തിരിക്കുന്ന അതേക്കുറിച്ച് പഠിച്ചു പറയും. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K സുധാകരനെ UDF പ്രവർത്തകർ തന്നെ വഴിയിൽ തടയുന്നതിനും ആദ്യഘട്ട പ്രചാരണം സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.